പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. പെസ്റ്റ് കൺട്രോൾ നമ്മുടെ വീട് നമ്മൾ പണിത് കഴിയുമ്പോൾ അതിനകത്ത് പെസ്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണല്ലോ പെസ്റ്റ് കൺട്രോൾ. അപ്പം പെസ്റ്റ് കൺട്രോൾ ഏതൊക്കെ ലെവലിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഒന്ന് ഫ്ലോറിങ്ങിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെസ്റ്റ് കൺട്രോൾ ഇന്ന് കൂടുതലായിട്ട് പ്രസക്തമാണ്. കാരണം ഇന്ന് കൂടുതൽ ഇന്റീരിയർ വർക്കുകൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് മൾട്ടിവുഡ്, പ്ലൈവുഡ്, അല്ലെങ്കിൽ മൾട്ടിവുഡ് അത്ര വലിയ പ്രോബ്ലം വരുന്നില്ല, പ്ലൈവുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെതലെടുത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഈ പറയുന്ന പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. പെസ്റ്റ് കൺട്രോളിങ്ങിന് ഞാൻ തറയിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലോർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ, സ്പേസർ ഇട്ട് അപ്പോക്സി ഇട്ട് ചെയ്യുന്ന ടൈലുകൾക്ക് പെസ്റ്റ് കൺട്രോളിങ് വളരെ എഫക്റ്റീവായിട്ട് വരും. കാരണം അത് ഒരു വാട്ടർ പ്രൂഫ്ഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ക്രാക്കുകളൊന്നും ഇല്ലാതെ കൃത്യമായ രീതിയിൽ ഇതിനെ ഒട്ടിച്ച് ചേർത്ത് ഈ അപ്പോക്സി കൊണ്ട് ഒട്ടിച്ച് ചേർക്കുന്നതുകൊണ്ട് അതിനിടയ്ക്ക് ഗ്യാപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് പെസ്റ്റുകൾ മുകളിലേക്ക് പൊങ്ങി വരുന്ന ഒരു പ്രതിഭാസം ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ ഞങ്ങൾ സിവിൽ ടെക് പ്രധാനമായിട്ട് ഞങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു കെമിക്കൽ യൂസ് ചെയ്ത് ഞങ്ങൾ ഫ്ലോറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. 100% നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കെമിക്കലാണ്. ആ കെമിക്കൽ യൂസ് ചെയ്ത് പെസ്റ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഒരിക്കലും ചെതലെടുക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അപ്പോൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്റീരിയർ ചെയ്യുന്നവർ ഇല്ലെങ്കിൽ അത് നമ്മുടെ ഇന്റീരിയർ വർക്ക്സിനെ ഡാമേജ്ഡ് ആക്കും. താങ്ക് യു.